ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ദശകം 21 വരെ ചൊല്ലി പൂർത്തിയാക്കി. അപ്പോൾ നമുക്ക് 22ാമത്തെ ദശകമാണ് ഇനി ചൊല്ലേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 22ാമത്തെ ദശകത്തിലെ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. 22ാമത്തെ ദശകം എന്ന് പറയുന്നത് അജാമിളോപാഖ്യാനമാണ്. അതിലാകെ 11 ശ്ലോകങ്ങളാണുള്ളത്. ആ ശ്ലോകങ്ങളൊക്കെ തന്നെയും വംശസ്ഥം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. ഒന്നുകൂടി ചൊല്ലാം. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. ഈ ദശകത്തിൽ അജാമിളൻ എന്ന ബ്രാഹ്മണൻ്റെ കഥ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ എന്ന് ഭഗവാനെ ആദ്യം വിളിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം തുടങ്ങുന്നത്. അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ, അജാമിളൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയും ധർമ്മമാർഗത്തിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച്, അച്ഛൻ ഗുരു എന്നൊക്കെ നമുക്കിവിടെ കണക്കാക്കാം, പറഞ്ഞതനുസരിച്ച് കാട്ടിലേക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള ദർഭ, ചമത ഇതൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് അജാമിളൻ എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വശീകരണത്തിൽ സമർത്ഥയായിട്ടുള്ള ഒരു വേശ്യയെ കാണാൻ ഇടവരികയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ വരിയിൽ, 4ാമത്തെ വരിയിൽ, കുലടാം മദാകുലം, കുലടയും മതം കൊണ്ട് മതിമറന്നവളും ഒക്കെ ആയിരുന്നു ആ സ്ത്രീ. മാത്രമല്ല വശീകരണത്തിൽ സമർത്ഥിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അജാമിളനെ ആ സ്ത്രീ വശീകരിച്ചു. അതായത് അവളുടെ പിടിയിൽ പെട്ടുപോയി ആ പാവം ബ്രാഹ്മണൻ. അതാണ് 1ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. അജാമിളൻ എന്ന ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമം നയിക്കുന്നവനും ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു ദിവസം തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച് കാട്ടിലേക്ക് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് ദുർനടപ്പുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുകയാണ്. ആ സ്ത്രീയുടെ വശീകരണത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അത്രയേ ഉള്ളൂ 1ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദദൗ ഭവന്നാമയുതേ സുതേരതിം. ഒന്നുകൂടി ചൊല്ലാം. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദദൗ ഭവന്നാമയുതേ സുതേരതിം. അപ്പോൾ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനായിരുന്നു ഈ അജാമിളൻ എന്ന്. പക്ഷേ ആ കുലടയുടെ പിടിയിലകപ്പെട്ടപ്പോൾ ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ചതൊക്കെ പോയി അവസാനം അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി. അധർമ്മങ്ങൾ ഓരോന്നും ചെയ്തു കൂട്ടാൻ തുടങ്ങി. ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി എല്ലാ അധർമ്മമാർഗങ്ങളും സ്വീകരിച്ച് അങ്ങനെ രമിച്ച് ആ കുലടയോടുകൂടി ആ കാട്ടിലും പരിസരത്തുമൊക്കെ ആയിട്ട് അദ്ദേഹം കാലം കഴിച്ചു കൂട്ടി. പിന്നീട് വാർദ്ധക്യം വന്നു. യൗവന സമയത്ത് ഇതൊന്നും ചിന്തിക്കില്ല അല്ലേ, ആ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകിൽ അങ്ങനെ അങ്ങ് പോവും. വാർദ്ധക്യം വരുമ്പോഴാണ് കഴിഞ്ഞു പോയതും നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ചുമൊക്കെ ഒരാൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തിയ സമയത്ത്
അജാമിളൻ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത്, അജാമിളന് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത് ഭഗവാന്റെ പേരുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രനോടാണ് അജാമിളന് ഏറ്റവും അധികം വാത്സല്യം തോന്നിയത്. ആ പുത്രനോടൊരു പ്രത്യേകം ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് പുത്രന്മാരെക്കാളും കൂടുതലായിട്ടുള്ളൊരു അടുപ്പം ഭഗവാന്റെ നാമമുള്ള പുത്രനിൽ തോന്നി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്തുസ്മൃതിവാസനാഫലാത് ജുഹാവനാരായണ നാമകം സുതം. ഒന്നുകൂടി ചൊല്ലാം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്തുസ്മൃതിവാസനാഫലാത് ജുഹാവനാരായണ നാമകം സുതം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, വാർദ്ധക്യം അടുത്ത സമയത്ത് അജാമിളന് തൻ്റെ പുത്രന്മാരിൽ ഭഗവാന്റെ നാമമുള്ള പുത്രനോടാണ് വാത്സല്യം കൂടുതൽ തോന്നിയത് എന്നൊക്കെ. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, മരണമടുത്ത സമയത്ത് അതിഭയങ്കരന്മാരായിട്ടുള്ള 3 യമകിങ്കരന്മാർ ഈ അജാമിളൻ്റെ അടുത്ത് വന്ന് നിന്നു. അത് കണ്ടപ്പോൾ അജാമിളൻ വല്ലാതെ ഭയന്നു, അല്ലേ? മരണം അടുത്തു എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. അപ്പോൾ വല്ലാതെ ഭയന്നു. അപ്പോൾ ഇവിടെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പണ്ടുണ്ടായിരുന്ന ഭഗവത് ഭക്തി മൂലം എന്ന്. അതായത് അജാമിളൻ ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം കാട്ടിലേക്ക് പോയ സമയത്താണ് ആ ദുർനടപ്പുകാരിയായിട്ടുള്ള സ്ത്രീയെ കാണാനിടയാവുന്നതും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും. അപ്പോൾ അതുവരെ, ആ ഒരു സമയം വരെ അദ്ദേഹം ഭഗവത് ഭക്തിയുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അപ്പോൾ ആ സ്മരണ കൊണ്ടാവാം ആ സമയത്ത് ഈ യമകിങ്കരന്മാർ അടുത്ത് വന്ന് നിന്നിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രനായിട്ടുള്ള നാരായണനെ വിളിക്കുവാൻ തോന്നിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇളയ പുത്രനായിട്ടുള്ള നാരായണനെ ഈ യമകിങ്കരന്മാർ വന്ന് നിൽക്കുന്നത് കണ്ട് ഭയന്ന് വിളിക്കുകയാണ്, നാരായണ എന്ന് വിളിക്കുകയാണ്. അതാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്, അങ്ങനെ അജാമിളന് അദ്ദേഹത്തിന് ആ സമയത്ത് വിളിക്കാൻ തോന്നിയത് ആ ഭഗവത് ഭക്തി, അല്ലേ? സ്വന്തം പിതാവിൽ നിന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു കാലം വരെ ഈ കുലടയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നത് വരെ അദ്ദേഹം കഴിച്ചിരുന്നൊരു ജീവിതത്തിൻ്റെ അന്നുണ്ടായിരുന്ന ഒരു ഭഗവത് സ്മരണയോ അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹമോ ഒക്കെ ആവാം അദ്ദേഹത്തിന് അപ്പോൾ നാരായണ എന്ന് വിളിക്കാൻ തോന്നിയത് എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വതീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേതുർഭവതീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാ. ഒന്നുകൂടി ചൊല്ലാം. ദുരാശയസ്യാപി തഥാസ്യ നിർഗതത്വതീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേതുർഭവതീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നാരായണ എന്ന് അദ്ദേഹം യമകിങ്കരന്മാരെ കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു, അല്ലേ? മൂന്നാമത്തെ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ആ വിളിച്ച നാമത്തിൻ്റെ ആ അക്ഷരങ്ങളുടെ മാത്രം മഹത്വം കൊണ്ട് ആ അജാമിളൻ്റെ മുമ്പിൽ മനോഹരന്മാരും മഞ്ഞ വസ്ത്രം ധരിച്ചവരും ചതുർഭുജന്മാരും 4 കൈകളോട് കൂടിയവരുമായിട്ടുള്ള ഭഗവാന്റെ പാദസേവകന്മാർ, അതായത് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങയുടെ പാദസേവകന്മാർ എന്നാണ്. ഭഗവാന്റെ പാദസേവകന്മാർ അജാമിളൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ ഭഗവാന്റെ നാമത്തിന് എത്രമാത്രം ഇതുണ്ടെന്ന്, അല്ലേ? ഭഗവാന്റെ ഒരു അത്ര സമയം ഇതിൽ പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട്. ദുഷ്ടബുദ്ധിയാണെങ്കിലും അല്ലെങ്കിൽ ദുഷ്ട മനസ്സാണെങ്കിലും, അതായത് പറയുന്നുണ്ടല്ലോ, അധർമ്മ മാർഗത്തിലൊക്കെ സഞ്ചരിച്ചു, അല്ലേ? ധർമ്മമാർഗം വെടിഞ്ഞ് ആ കുലടയെ കണ്ടതിന് ശേഷം മുഴുവനും അധർമ്മമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്. അധർമ്മ മാർഗത്തിലൂടെ സഞ്ചരിച്ച് വാർദ്ധക്യം വന്നപ്പോൾ തൻ്റെ ഇളയ പുത്രന് നാരായണൻ എന്ന് പേരിടാൻ തോന്നിയതും ഭഗവാന്റെ തന്നെ നിമിത്തമായിരിക്കാം. ആ യമകിങ്കരന്മാർ മരണം അടുത്ത സമയത്ത് യമകിങ്കരന്മാർ വന്ന് അടുത്ത് നിന്നപ്പോൾ ഇളയ മകനെ ഭയം കൊണ്ട് ഉറക്കെ വിളിക്കാൻ തോന്നിയതും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാവാം.
അങ്ങനെ ഭഗവാനെ വിളിച്ച സമയത്ത് നാരായണ എന്ന് പുത്രനെയാണ് വിളിച്ചത്, ഭഗവാനെയല്ല വിളിച്ചത്. പുത്രന് ഭഗവാന്റെ നാമം ഇട്ടപ്പോൾ നാരായണ എന്ന് വിളിച്ചു. ആ ഒരൊറ്റ ആ നാരായണ നാമത്തിൻ്റെ ആ അക്ഷരത്തിൻ്റെ മഹത്വം കൊണ്ട് തന്നെ ചതുർഭുജങ്ങളോട് കൂടിയ 4 കൈകളോട് കൂടിയ മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള മനോഹരന്മാരായിട്ടുള്ള ഭഗവാന്റെ പാദസേവകന്മാർ അജാമിളൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ 4ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. അമും ച സംപാശ്യ വിഘർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുദുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. ഒന്നുകൂടി ചൊല്ലാം. അമും ച സംപാശ്യ വികർഷതോ ഭടാൻ വിമുഞ്ചതേത്യാരുരുദുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അപ്പോൾ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ 3 യമകിങ്കരന്മാർ ചേർന്ന് അജാമിളനെ കയറുകൊണ്ട് കെട്ടിവലിച്ച് ശക്തിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദസേവകര് അയാളെ വിടൂ എന്ന് പറഞ്ഞ് അവരെ ശക്തിയായി തന്നെ തടഞ്ഞു നിർത്തി. അജാമിളനെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ശക്തിയായിട്ട് തടഞ്ഞു നിർത്തി. അപ്പോൾ ആ സമയത്ത് യമകിങ്കരന്മാർ പറഞ്ഞു, ഈ അജാമിളൻ ചെയ്ത പാപകർമ്മങ്ങളൊക്കെയും വിസ്തരിച്ച് കേൾപ്പിച്ചു ഈ ഭഗവാന്റെ പാദസേവകന്മാരോട്. അതെല്ലാം വിസ്തരിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് അജാമിളന് നരകമേ പറഞ്ഞിട്ടുള്ളൂ, ഒരിക്കലും സ്വർഗം പറഞ്ഞിട്ടില്ല. അജാമിളൻ ചെയ്തിട്ടുള്ള കഠിനങ്ങളായിട്ടുള്ള പാപങ്ങളെല്ലാം വിസ്തരിച്ച് ഭഗവാന്റെ പാദസേവകന്മാരോട് വിവരിച്ചു. എന്നിട്ട് ഈ അജാമിളന് നരകമേ പറഞ്ഞിട്ടുള്ളൂ, സ്വർഗം ഇദ്ദേഹത്തിന് ചേർന്നതല്ല, അനുയോജ്യമായതല്ല എന്ന് അവർ പറയുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അത് 6ാമത്തെ ശ്ലോകം തൊട്ട് അങ്ങോട്ടാണ്. ഇനി എന്താണ് അജാമിളൻ്റെ കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാ കാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം സ്വതപ്രശാന്തോപി തഥാ ഹൃതാശയ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദദൗ ഭവന്നാമയുതേ സുതേ രതിം സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വത്സ്മൃതിവാസനാഫലാത് ജുഹാവനാരായണ നാമകം സുതം ദുരാശയസ്യാപി തഥാസ്യ നിർഗതത്വതീയ നാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേതുർഭവദീയ പാർഷദ ചതുർഭുജാ പീതപടാ മനോരമാ അമും ച സംപാശ്യ വികർഷതോ ബഡാൻ വിമുഞ്ചതേത്യാരുരുദുർബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയ പാപം നിഖിലം ന്യവേദയൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തിരുവോണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ തുടർന്നും ഇതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും കമൻറ്റുകളിൽ അറിയിക്കുക. ഇത് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഭഗവാനെ വിടാതെ പിടിക്കുക, ഭഗവാനെ മുറുക്ക പിടിക്കുക. നാരായണീയം ചൊല്ലി, നാരായണീയം ചൊല്ലുന്നത് അത്രത്തോളം മഹത്തരാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അജാമിളൻ്റെ കഥയിൽ പറയുന്നുണ്ടല്ലോ, നാരായണ എന്നുള്ള ഒരു നാമത്തിന് മാത്രം എത്ര പ്രാധാന്യമുണ്ട്, എത്ര എന്നുള്ളത് നോക്കൂ. അപ്പോൾ നമ്മൾ ഈ നാരായണീയം ചൊല്ലി ഭഗവാനെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നാരായണീയം മുറുകെ പിടിച്ചോളൂ, ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ സന്തോഷമായിട്ട് നമ്മുടെ നാരായണീയ കുടുംബം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ അജാമിളൻ്റെ ബാക്കി കഥയുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.